ടൈഫോൺ എന്ന് പറയുന്ന വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഫിലിപ്പീൻസിൽ വന്നിട്ട് ടൈഫോൺ വരുന്നുണ്ട്, എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നപ്പോൾ എന്താണ് ടൈഫോൺ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒറ്റ രാത്രി കൊണ്ട് നേരം വന്നപ്പോൾ അതിൻ്റെ തീവ്രതയും അതിൻ്റെ ഭീകരതയൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലായി. Hey, Mabuhay Philippines! Welcome to the Philippines. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെയൊക്കെ നിന്നിട്ടാണ് വീഡിയോ എടുത്ത് ഉറങ്ങണ്ട. ഒരു ഫിലിപ്പീൻസിലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ലേ, മുഴുവൻ വെള്ളം, ഒരു രക്ഷയില്ലാത്ത വെള്ളം. മഴ ഇനിയും കൂടാനാണെന്നാണ് സാധ്യത പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പേടിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. നമ്മൾ വരുന്ന വഴിയൊക്കെ കുറേ വെള്ളക്കെട്ടൊക്കെ ആയതുകൊണ്ട് ആണെങ്കിൽ വേറെ ഏതൊക്കെ വഴിക്കൂടെയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. നോക്കട്ടെ എവിടെ എത്തുക എന്നുള്ളത്, എനിക്കറിയില്ല, നോക്കാം. ഇവിടെയാണ് നമ്മൾ വന്നത്. പ്യുവർ ഗോൾഡ് കളക്ഷൻ ആവും. ഇവിടുത്തെ സാധനങ്ങൾ കുറച്ച് മേടിക്കണം, വെള്ളം കയറിയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി എപ്പോഴെപ്പോഴും പുറത്തിറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ ഇനിയും വെള്ളം കൂടുന്നൊക്കെ ഇവർ പറയുന്നു, അറിയില്ല. ആൾക്കാരൊക്കെ ക്യൂ ഒക്കെയാണ്, ജോലിക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വണ്ടി കിട്ടാൻ വേണ്ടി നിൽക്കുക. ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കല്ലേ. ഇതാണ് സൂപ്പർ മാർക്കറ്റ്, പാവങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്, അറിയില്ല. എന്നോട് ഗുഡ് ഈവനിങ് പോയി പറയാൻ പോയി. പക്ഷെ എന്തൊരു കഷ്ടം നോക്കുക. ഗ്രേറ്റ് ടേസ്റ്റ് വൈറ്റ്, ഇതാണ് ഫിലിപ്പിനോകളുടെ കോഫി. ഡെയിലി ഒരു രാവിലെ കുടിക്കുന്ന സാധനം ഇതാണ്. ഒരു കെട്ട് മേടിച്ചിട്ടുണ്ട്. എന്താണാവോ, സർഡീൻസ്. ഓക്കെ, ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ഏറ്റവും വലിയ ഒരു സൂപ്പർ മാർക്കറ്റാണിത്. പ്യുവർ ഗോൾഡ് എന്ന് പറയും. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാമ്പേഴ്സും പിന്നെ പാലും പിന്നെ ഒരുവിധം വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. എന്തൊക്കെ എടുക്കുന്നത് നോക്കട്ടെ. അല്ല, നൂഡിൽസൊക്കെ ആയിരിക്കും. അതന്നെ നൂഡിൽസ്. ഇതാണ് ഇവരുടെ വേറൊരു സാധനം, സ്പഗേറ്റി. ഏത് പരിപാടി, ഇപ്പോൾ ബർത്ത്ഡേ അല്ലെങ്കിൽ കല്യാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചടങ്ങോ, അതിനൊക്കെ ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ്. കുറച്ച് മുമ്പ് ഞാനൊരു ഷോപ്പ് കാണിച്ചിട്ടുണ്ട്, ജുലീബി എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയാൽ ഇത് തന്നെ ഫുഡ്. നോക്കിയ ബിയറുകൾ പല ടൈപ്പുള്ള. ഇതിൽ ബിയറിൽ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനമാണ് റെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞ സാധനം. റെഡ് ഹോഴ്സ് എത്ര, 46 രൂപ. പിന്നെ പല പല ബ്രാൻഡുകളുണ്ട് കണ്ടോ. അതിൻ്റെയൊക്കെ വില നോക്കി 61 രൂപ, 60 രൂപ, 58 രൂപ, 42 രൂപ. പിന്നെ ഇതിൽ തന്നെ പല ഫ്ലേവേഴ്സുള്ള ലേഡീസും ഒക്കെ കഴിക്കുന്ന സാധനങ്ങളുണ്ട് ഉണ്ടോ. ഇതെല്ലാം ബിയറുകളാണ്. പിന്നെ ഇത് മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് സാധനങ്ങൾ. ഇവിടെ കണ്ടോ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കണ്ടോ. ഇത് കാണാൻ പറ്റിയേക്കണം നോക്കി. മീറ്റ് സെക്ഷനാണ് ഇത്, കണ്ടില്ലേ. പോർക്കും ബീഫ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. ഇത് പിന്നെ അവരുടെ സോയാ സോസ് ഒക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ച സാധനമാണ്. ഇതും പോർക്കാണെന്ന് തോന്നുന്നുണ്ട്. പോർക്കിൻ്റെ തന്നെ പല പല സാധനങ്ങൾ കണ്ടില്ലേ. കാലൊക്കെ മുറിച്ച് വെച്ചേക്കണ്, റിബ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതും പല പല ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പുറത്തെ ഫ്രൈഡ് ചിക്കൻ ഓൾറെഡി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കൻ ഇവർക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനമാണ്. പിന്നെ ഇവിടെയും കുറേ സാധനങ്ങളുണ്ട്. ചിക്കൻ തന്നെ പല പല സാധനങ്ങളൊക്കെ.
ഇത് ഓൾ ചിക്കനാണ്, ഫുൾ ചിക്കൻ ആയിട്ടുള്ള ചിക്കൻ്റെ കാല്, പിന്നെ ചെസ്റ്റ് പീസ്, പിന്നെ കൈയുടെ ഭാഗം, അങ്ങനെ ഓരോരോ പീസാക്കി ഓരോന്ന് വെച്ചേക്കാം. സാധനങ്ങൾ ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വെച്ചത്. അല്ലാത്ത ബോക്സിലിട്ട്, അല്ലാത്ത പേപ്പറിലിട്ട്. അപ്പോൾ എന്താ പറയുക, കവർ വേണമെങ്കിൽ ലാഭിക്കാം. പക്ഷേ കവർ ഇവിടെ ഉണ്ട് ഉണ്ടാക്കാം. ഇവരുടെ തന്നെ എക്കോ ബാഗ് കാര്യങ്ങളുണ്ട്, വേണമെങ്കിൽ. If I forget one double. ജീപ്പിനിന്റെ കഥ കഴിഞ്ഞ് വെള്ളം കൂടിയിട്ടുണ്ട്, നല്ലോണം കൂടി. അപ്പൊ എന്താ വെച്ചാൽ പുതിയ വണ്ടികൾ ഇറങ്ങി തുടങ്ങി. കണ്ടില്ലേ, ആ ട്രാക്ടർ പോയിട്ടുള്ള സാധനം കംപ്ലീറ്റ് മുന്നേ പോകുന്നതാണ്. ഹായ് ഗായ്സ്, ഇത് ലിയാൻ എൻ്റെ ചേച്ചിയുടെ മോളാണ്, വൈഫിൻ്റെ ചേച്ചിയുടെ മോളാണ്. ഞങ്ങൾ റോഡിലേക്ക് പോയി നോക്കുകയാണ്, എന്താണ് റോഡിലെ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടി വെറുതെ നടന്ന് ഞാൻ റോഡിലേക്ക് വരികയാണ്. അമ്പോ, ഇതാണ് റോഡിലെ സ്ഥിതി. ഇതൊക്കെ ഇവിടുത്തെ കുടിവെള്ളം വെക്കുന്ന സ്ഥലമാണ്. വീട്ടിലൊന്നും ഇപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. ഇതൊക്കെ മുങ്ങി, അതിൻ്റെ 1-ാം നില മുങ്ങി. ഇന്ത്യയെ ചർച്ച ചെയ്യുന്നതാണ് വെള്ളം വന്ന് എന്ത് ചെയ്യുന്നത്. എൻ്റെ അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. കണ്ടോ, ഓരോ വീട്ടുകാർ. ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. കോഴികളൊക്കെ ഇവിടെ ഉള്ളവർ കുറച്ചൊക്കെ കോഴിപ്രാന്തന്മാരാണ് കേട്ടോ. ഈ പന്തയക്കോഴിയില്ലേ, എന്താ പറയുക, കോഴികളെ തമ്മിൽ കല്ല് കൂടിച്ചിട്ട് കാശ് കിട്ടില്ല, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നു. 19,000 രൂപ പ്രൈസൊക്കെ കിട്ടും. കണ്ടില്ലേ, ഓരോ വീട്ടിൽ കോഴി, താറാവ് ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മ, വീട്ടിലൊക്കെ വെള്ളം കയറിപ്പിക്കുക. ബ്ലാഗിങ് വീട് അൻ്റെയോ? എൻ്റെ അമ്മ, ഇപ്പുറത്ത് ഈ സൈഡിൽ കാണുന്നത് വലിയ പുഴയാണ്. ആ പുഴ ഉള്ളത് കൊണ്ടാണ് ഈ ഏരിയയിലൊക്കെ വെള്ളം വന്നത്. ബൈസൈക്കിളിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ട്, സൈലൻസിനുള്ളിൽ വെള്ളം കയറിയിട്ട് മറച്ച് വെച്ചാൽ തോന്നുന്നു. നോക്കി ഒഴുകി പോയി. ഇവിടെയൊക്കെ ഇങ്ങനെ നിലങ്ങളാണ്. ഇവിടെയൊക്കെ റോഡല്ല, ഫുള്ള് സിമെൻ്റ് ഇട്ടിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് എന്താ പറയുക, നമുക്കിങ്ങനെ നടക്കാം. പറ്റിയൊക്കെ ഇറങ്ങണമെങ്കിൽ ഇതാണ് ഇവിടുത്തെ ചെറിയ ചെറിയ കട. ഇവിടെ കടയ്ക്ക് ഇവിടെ പറയുന്ന പേര് സറി എന്നാണ്, സ്റ്റോറിന് പറയുന്നത്. നമ്മളെ പലചരക്കട എന്നൊക്കെ പറയില്ലേ, അതേപോലെ ചെറിയ സറി സ്റ്റോറാണ് ഈ കാണുന്നത്. What is that? Barangay? No, have died. Huh? Have died. Here? Yeah, but it's not here. They go in chopper. Okay. ഇവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. കാറും കോളും ഒക്കെ മാറി, എല്ലാം പഴയ രീതിയിൽ തന്നെയായി. എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് തിരിച്ചു കയറിയ സമയത്ത് ബറങ്കായിൽ നിന്നും ഒരു സ്ലിപ്പ് കിട്ടി. ബറങ്കായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് തന്നെ. ഈ കണ്ട പ്രകൃതിക്ഷോഭമൊക്കെ കഴിഞ്ഞ് ആൾക്കാർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഒരു പഞ്ചായത്തിൽ നിന്നൊരു കിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കിറ്റ് മേടിക്കാൻ വേണ്ടി വന്ന ആൾക്കൂട്ടമാണ് ഈ കാണുന്നത്. അങ്ങനെ ആ ആൾക്കൂട്ടത്തിൽ ഞങ്ങളും വരിയായിട്ട് നിന്നു.
എൻ്റെ കൂടെ വന്ന ആള് ഈ കൂട്ടത്തിൽ എവിടെയുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ ആളെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അയാളെ തപ്പി നടക്കുകയാണ് ഞാൻ. കിട്ടിയ ഇതാണ് നമുക്ക് കിട്ടിയ ബോക്സ്. ഇത് തുറന്നു നോക്കാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാണാൻ അരി ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ നമ്മുടെ ബൂസ്റ്റ്, ഹോർലിക്സ്, കോംപ്ലാൻ ഒക്കെ പോലത്തെ ഇവിടുത്തെ എന്തോ ഒരു തരം എനർജി ഡ്രിങ്ക്സ്, പിന്നെ 2 കവർ അരി, റിലീഫ് സപ്ലൈസ് നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബീഫ് കോണ്, സർഡീൻസ്, പിന്നെ ട്യൂണ, അങ്ങനത്തെ ഒക്കെ ടിന്ന ഫുഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിവേ, എന്തായാലും ഒരുപാട് താങ്ക്സ്. കിട്ടിയതിന് ഗവൺമെൻറ്റിനോടും ഫിലിപ്പീൻസിനോടും എൻ്റെയും എൻ്റെ ഹൃദയത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.